ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ട്യൂസ്ഡേയുടെ മീൽ പ്ലാനിങ്ങും പ്രിപ്പറേഷനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൺഡേയുടെ അത് കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ട്യൂസ്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് താമസിച്ചാണ് ഞാൻ കിച്ചണിൽ വന്നത്. കാരണം നമ്മൾ എന്നും കിച്ചണിൽ പാചകവും ഫുഡ് കഴിക്കുകയും ക്ലീനിങ്ങും മാത്രമല്ല, കുറച്ച് സിനിമയൊക്കെ കണ്ടു. അങ്ങനെ ഇന്ന് OTTയിൽ റിലീസായ ബൊഹൈൻവില്ല സിനിമയൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങളും കൂടെ ഓർമ്മിക്കട്ടെ. അപ്പോൾ സീരിയൽ കണ്ടാലും സിനിമ കണ്ടാലും അപ്പോൾ ഞാൻ അങ്ങനെ സിനിമ കാണുകയും ചെയ്ത് രാത്രിയുള്ള ഫുഡൊക്കെ കഴിക്കാൻ കൊടുത്തു. അതും കഴിച്ച് അതിനിടയ്ക്ക് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ രാവിലത്തേക്ക് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി ഗ്യാസിൽ ഒരടുപ്പിൽ വെച്ച്, പിന്നെ ഒന്നിൽ നമ്മൾ ചോറ് റൈസ് കുക്കറിലാക്കാൻ വേണ്ടി അരിയും വെള്ളമൊക്കെ തിളയ്ക്കാൻ വെച്ചു. അങ്ങനെ വെച്ചിട്ടാണ് പിന്നെ സിനിമ കാണാൻ ഇരുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും നടക്കുമല്ലോ, നമുക്ക് ഒരു സമയം ഒന്ന് പോകും, ഒരു ഹാപ്പി ആവുമ്പോൾ സിനിമയും കാണാം, പിന്നെ നമ്മുടെ അടുക്കളയിലെ ജോലി അങ്ങ് നടക്കില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സിനിമ കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ ഒരു 9 മണിയായി കിച്ചണിൽ വന്നത് രാത്രി. അത് കഴിഞ്ഞുള്ള വീഡിയോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് മീനൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കുളിക്കുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്ന അമ്മമാരായാലും വന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കുളിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ രാത്രി നമ്മൾ പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് കറിയൊക്കെ വയ്ക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് ഈസി ആവുമല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം കുഞ്ഞു മീനായതുകൊണ്ട് ഞാനത് ഫ്രൈ ചെയ്തു. അപ്പോൾ ഇന്ന് ചൂരയാണ് കിട്ടിയത്. അപ്പോൾ അത് തേങ്ങ അരച്ച് കറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മീൻ കറി കൂടുതലും ഞങ്ങൾ തേങ്ങ അരച്ചാണ് വയ്ക്കുന്നത് കേട്ടോ. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ അത് തേങ്ങയൊക്കെ അരച്ച് പാകത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് ഗ്യാസിൽ വെച്ച് കേട്ടോ. അപ്പോൾ അത് വേവുന്ന സമയത്ത് നാളത്തേക്ക് കുറച്ച് പയറുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ വള്ളിപ്പയർ നീളത്തിനുള്ള. അങ്ങനെ അതൊന്ന് കട്ട് ചെയ്ത് എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അത് കട്ട് ചെയ്ത് ഫ്രിഡ്ജിലാക്കുമ്പോൾ രാവിലെ എളുപ്പമാവുമല്ലോ. അങ്ങനെ അത് കട്ട് ചെയ്ത് ഇതുപോലൊരു ബോക്സിനകത്താക്കി വെക്കും. ഇതുപോലൊരു ബോക്സ് നമ്മൾ മീഷോയിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. നമുക്ക് നല്ല ഉപകാരമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നമുക്കിതുപോലെ വെജിറ്റബിൾ കട്ട് ചെയ്ത് വയ്ക്കുക, പിന്നെ തേങ്ങ ചിരി ചെയ്ത് വയ്ക്കുക, ഫിഷൊക്കെ കട്ട് ചെയ്ത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം, കറിവേപ്പില, മല്ലിയില, അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം നമുക്ക് ഓരോ ഐറ്റമായിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാൻ വേണ്ടി ഇത് നമുക്ക് നല്ലൊരു സഹായമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊന്ന് വാങ്ങിക്കുക. അത്രയ്ക്ക് വിലയൊന്നുമില്ല കേട്ടോ. 200 അത്രയും സംതിങ് 200-300 രൂപയ്ക്കകത്തേ ആവുള്ളൂ. ഞാൻ കുറച്ച് നാളായി വാങ്ങിച്ചിട്ട്. പക്ഷേ നല്ല ഉപകാരമുള്ളൊരു ഇതാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് പ്ലാസ്റ്റിക് കവറോ അങ്ങനെയൊക്കെ അന്വേഷിച്ച് നടക്കണ്ടേ. പക്ഷേ ഇതുണ്ടെങ്കിൽ നമുക്കെല്ലാം ഈസി ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് തേങ്ങയൊക്കെ ചിരുവി രാവിലത്തേക്കുള്ളതെല്ലാം ആക്കി വയ്ക്കാം. അങ്ങനെ ഞാൻ പയറൊക്കെ കട്ട് ചെയ്തെടുത്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് ഇനി ഫ്രിഡ്ജിനകത്ത് ആക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിടുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ വീണ് പോയതൊക്കെ എടുത്ത് മാറ്റി പെട്ടെന്ന് കിച്ചണും കൂടെ വൃത്തിയായി കിടക്കില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വൃത്തിയിടാകാതെ നല്ലതായിട്ട് നീറ്റായിട്ട് ഇടുകയാണെങ്കിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് സമയം എടുക്കില്ലല്ലോ. അപ്പോൾ ഞാൻ അത്യാവശ്യം 9 മണിയായി. അപ്പോൾ എനിക്ക് പെട്ടെന്നായി കിട്ടും. നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ മീൻ ഇങ്ങനെ ഗ്യാസിൽ വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്യാൻ നിന്നത് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ ആ കട്ടിങ് ബോർഡും കത്തിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ മീനുമായി കിട്ടും. അങ്ങനത്തെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മീൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ട് പിന്നെ ഇനി മോര് കറി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ മോര് കറി നമ്മൾ തലേദിവസം രാത്രി വെച്ച് വയ്ക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് വേറെ കുഴപ്പമൊന്നും വരത്തില്ല കേട്ടോ. അങ്ങനെ അതിന് വേണ്ടി തേങ്ങയും മോരും പിന്നെ കുറച്ച് നല്ല കാന്താരി ഉണ്ടല്ലോ, ചെറിയ കാന്താരിയും ചെറിയ ഉള്ളിയും ജീരകവും മഞ്ഞളും കൂടെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിക്കാത്ത കുട്ടികളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തൈരൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ വെള്ളരിക്ക വേവിച്ചിട്ട് നമുക്ക് പച്ചടി പോലെ അതിൽ തൈര് ഒഴിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ, ചുമന്ന കളർ ബീട്രൂട്ടിൽ അത് നമുക്ക് കിച്ചടി പോലെ അതിൽ തൈര് ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സലാഡ് പോലെ സവാളയും ഉപ്പും ഇതിപ്പോൾ തൈരും പിന്നെ നമ്മൾ തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് അവർ കഴിക്കുന്ന രീതിയിൽ ഏത് രീതിയിലെങ്കിലും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമ്മളെ ഫുഡിൽ ഉൾപ്പെടുത്തുക തൈര്. അപ്പം ഞാനിത് മോര് കറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണിത് പെട്ടെന്ന് റെഡിയാക്കി എടുത്തത്. അങ്ങനെ രാവിലത്തേക്ക് വേണ്ടി കുറച്ച് മീൻ കറിയും നമ്മുടെ മോര് കറിയും രാത്രി റെഡിയാക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഈസി ആവുമല്ലോ, അത് ചീത്തയാവില്ല. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള കുറച്ച് കടലയും കൂടെ കുതിർക്കാൻ വേണ്ടി ഇട്ടു. അപ്പോൾ അതും കൂടെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടി രാവിലെ ആകുമ്പോൾ ഈസി ആവില്ല. അങ്ങനെ അത് വിട്ട് പിന്നെ കിച്ചണെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന്
തുടച്ച് വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി ഇട്ടിട്ട് പിന്നെ ഞാൻ പോവുകയാണ് കേട്ടോ. പിന്നെ ഇനി രാവിലെ ആയിരിക്കും കിച്ചണിൽ വരുന്നത്. അപ്പോൾ ഇതാ രാവിലെ പിന്നെ കിച്ചണിൽ കയറി നമ്മുടെ കടലയൊക്കെ നല്ലതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തലേദിവസം കുറേയൊക്കെ നമ്മൾ ആക്കി വയ്ക്കുന്നതുകൊണ്ട് രാവിലെ നമുക്ക് ഈസി ആയിരിക്കും, വേറെ ടെൻഷനൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ജോലികൾ തീർക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഒരു 5 മണിക്കൊക്കെ എണീറ്റ് ഫ്രഷായി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് 5:30 ആകുമ്പോഴാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 5:30 വന്ന് ഞാൻ നേരെ കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടലക്കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം ഇപ്പോൾ വൈകിട്ട് ചോറ് കഴിക്കാത്ത വീടുകളുണ്ടല്ലോ ഇപ്പോൾ കൂടുതലും. അപ്പോൾ നമ്മൾ രാവിലെ വയ്ക്കുന്ന കറികൾ അത്യാവശ്യം ശകലം കൂടുതൽ വയ്ക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ കടലക്കറിയൊക്കെ വയ്ക്കുമ്പോൾ കൂടുതൽ വയ്ക്കും, അപ്പോൾ നമുക്ക് വൈകിട്ട് എടുക്കാമല്ലോ, അതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കടല കഴുകി അതിലേക്ക് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വേവാൻ വെച്ച് സിമ്പിളായിട്ടുള്ള കടലക്കറിയാണ് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ദോശയും മുട്ടക്കറിയിലും ഉണ്ടാക്കി, അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് ചോദിച്ചു, പുട്ടും കടലക്കറിയും. അപ്പോൾ പുട്ടിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരല്പം ജീരകവും കൂടെ ഒന്ന് ചതച്ചിട്ടിട്ട് നമ്മൾ മാവ് റെഡിയാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പുട്ടിന്. അങ്ങനെ പുട്ടിനുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ കടലയും ആയി കിട്ടുമല്ലോ. അപ്പോൾ പുട്ട് നനച്ച് ഒരു 10 മിനിറ്റൊക്കെ വയ്ക്കുമ്പോഴാണ് അത് നല്ല മാവ് നല്ല കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഒന്ന് നനച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കി കടലക്കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് നനയ്ക്കാൻ വേണ്ടി വന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഗോതമ്പ് പുട്ട് കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം, അരിപ്പുട്ടാണെങ്കിൽ അങ്ങനെ കഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ദിവസം പുട്ടുണ്ടാക്കാം, ആഴ്ചയിൽ ഒരു ദിവസം. അപ്പോൾ ഇന്നാണ് ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ദിവസം. അങ്ങനെ ഇതാ മാവെല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ നമ്മളെ കടല വെന്തു. പിന്നെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ അതിനുള്ള അരപ്പ് തയ്യാറാക്കണേ. ഒരു പിടി തേങ്ങയും 1 സ്പൂണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ട് 1/4 സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് നല്ല ഇതായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണെന്നാൽ നല്ല ടേസ്റ്റുമാണ്. സവാളയോ നമ്മൾ തക്കാളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അടിപൊളിയായിട്ട് കിട്ടി. ഇത് നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കടുകും കൂടെ ഒന്ന് താളിച്ച് കൊടുക്കാം. നല്ല വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ട്. അപ്പോൾ നമ്മൾ കറി റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ പുട്ടിനുള്ള മാവും ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ അത് നല്ലതായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കാം. പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പുട്ട് ഉണ്ടാക്കുന്ന ആ പാത്രത്തിൽ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് പുട്ടിനുള്ള മാവൊക്കെ ആക്കി വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ പുട്ടും നല്ല കടലക്കറിയും റെഡിയായി കേട്ടോ. അപ്പോൾ നമ്മുടെ ട്യൂസ്ഡേയുള്ള ബ്രേക്ക്ഫാസ്റ്റ് മെനു ഇതാണ്, പുട്ടും കടലക്കറിയും. അങ്ങനെ അത് റെഡിയാക്കി ഞാൻ പെട്ടെന്ന് അതെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. അപ്പോൾ അവിടെ ഒതുങ്ങിയിരിക്കുമല്ലോ, അങ്ങനെ കഴിക്കണമല്ലോ കഴിക്കാം. അപ്പോൾ ആ സമയത്ത് പിന്നെ ഞാൻ പയറ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ നമ്മൾ തലേ ദിവസം പയറെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. സവാള ഞാൻ രാവിലെയാണ് കട്ട് ചെയ്യുന്നത്. എന്തിനായാലും തലേ ദിവസം ഞാൻ സവാള കട്ട് ചെയ്ത് വയ്ക്കാറില്ല. സവാളയും കേബേജും നമ്മൾ ഈ തലേ ദിവസം കട്ട് ചെയ്ത് വയ്ക്കുന്നത് അത്ര നല്ലതല്ല, അതുകൊണ്ട് രാവിലെ കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ അത് പയറ് മെഴുക്ക് പുരട്ടിക്കുള്ള അടുപ്പിലാക്കിയിട്ട് പിന്നെ നമ്മൾ തലേ ദിവസം റൈസ് കുക്കറിൽ ചോറ് വേവാൻ വെച്ചല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി, അപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഇനി ഒന്ന് വാർത്തെടുക്കുക കേട്ടോ. അപ്പോൾ അഥവാ നമ്മൾ ഇതുപോലെ റൈസ് കുക്കറിൽ വെച്ചിട്ട് രാവിലെ നോക്കുമ്പോൾ ചോറ് വെന്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ കുക്കറിൽ ഒരു വിസിലും കൂടെ കേൾപ്പിക്കുക കേട്ടോ. നമുക്കിപ്പോൾ ഓരോ അരിയും പല രീതിയിലായിരിക്കും വെന്ത് കിട്ടും, നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ രാവിലെ എടുക്കുമ്പോഴായിരിക്കും നമുക്കത് വെന്തില്ലെന്ന് തോന്നുന്നത്, പിന്നെ നമുക്ക് ചിലപ്പോൾ സമയം കിട്ടില്ല വേറെ ഒന്നും ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാ കുക്കറിൽ ഇതുകൂടെ എടുത്ത് ഒഴിച്ചിട്ട് ഒരു വിസിൽ കേൾപ്പിച്ച് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. എനിക്കിങ്ങനെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്, രാവിലെ നമ്മളിതുപോലെ വാർത്തെടുക്കാൻ നോക്കുമ്പോഴായിരിക്കും ചോറ് വേവാതെ വരുന്നത്. ആ സമയത്ത് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ, പക്ഷേ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ വാർത്തെടുത്തപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടിയും റെഡിയായി. അപ്പോൾ രാവിലെ എല്ലാം റെഡിയായി കേട്ടോ. നേരത്തെ ഒരു 6 മണിയായപ്പോഴേ എനിക്കെല്ലാം റെഡിയായി. പിന്നെ രാവിലെ നമുക്കധികം ജോലിയില്ലായിരുന്നല്ലോ, പുട്ടുണ്ടാക്കണം, കടലക്കറി ഉണ്ടാക്കണം, നമ്മുടെ പയറ് മെഴുക്ക് പുരട്ടി, അത്രയേ ഉള്ളൂമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ തലേദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്കിതുപോലെ രാവിലെ ഈസി. അപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ രാവിലെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഇത് കൊണ്ടുപോകാൻ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാൻ, ജോലിക്ക് പോകുന്നവർക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്നവർക്കൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒന്നേ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഒന്നുകൂടെ ചൂടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരമായാലും വേറെ ഒരു പ്രശ്നമില്ല, ഫുഡ് കേടൊന്നും ആവത്തില്ല കേട്ടോ. അപ്പോൾ കറികളൊക്കെ നമ്മളിതുപോലെ രാവിലെ വൈകിട്ടത്തേക്ക് കൂടെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒന്നിന് ഫ്രിഡ്ജിൽ വയ്ക്കുക, അല്ലെങ്കിൽ
ഇതുപോലെ ഒന്ന് നമ്മളെടുത്തതിന് ശേഷം ചൂടാക്കി വയ്ക്കുക. അപ്പോൾ അത് നമുക്ക് വൈകിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വൈകുന്നേരം നമുക്ക് ജോലി കഴിഞ്ഞ് വരണ അമ്മമാർക്കൊന്നും വളരെ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ മാക്സിമം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നമുക്ക് അടുക്കളയൊക്കെ വൃത്തികേടായി കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. പിന്നെ വീണ്ടും വൈകുന്നേരത്തെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നും. അതുകൊണ്ട് മാക്സിമം ഇതുപോലെ ജോലികൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ തുടച്ചിട്ടിട്ട് പോകാനുള്ള സമയം കിട്ടും. ഇതുപോലെ നമ്മൾ കുറേയൊക്കെ തലേദിവസം ഇതേപോലെ ചെയ്തിട്ട് രാവിലെ എണീറ്റ് കുറച്ച് ജോലിയേ കാണുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ പാത്രങ്ങളും എല്ലാം കഴുകി അത് ആ സ്ഥാനത്ത് വെച്ച് കിച്ചണും ഒക്കെ തുടച്ച് തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് വൈകുന്നേരം വന്നാലും വളരെ ഹാപ്പി ആയിരിക്കും. പിന്നെ കിച്ചണിൽ അധികം ജോലിയൊന്നും കാണത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ പാത്രങ്ങളും എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ പുട്ടും കടലക്കറിക്കും കട്ടനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റില്ല. അപ്പോൾ ഞാനൊരു അല്പം ഇഞ്ചിയൊക്കെ ചതച്ചിട്ടൊരു കട്ടൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഓരോ ബ്രേക്ക്ഫാസ്റ്റിനും ചായ കട്ടൻ അങ്ങനെയൊക്കെ. അപ്പോൾ ഇഡ്ഡലി സാമ്പാറൊക്കെ ആണെങ്കിൽ നമുക്ക് ചായ കുടിക്കുന്നതായിരിക്കും ടേസ്റ്റ്. പക്ഷേ പുട്ടും കടലക്കറിക്കും ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള കട്ടനാണ് കേട്ടോ നല്ല ടേസ്റ്റ്, മധുരമൊക്കെ ഇട്ട്. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതും കഴിക്കാനിരുന്നു കേട്ടോ. ഇനി കുറച്ച് എനിക്ക് തൂക്കാനും തുടയ്ക്കാനും അങ്ങനെയൊക്കെ ഉള്ളൂ. നല്ല സമയമുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞാണ് പിന്നെ ഞാൻ ഇടയ്ക്ക് കുറേ റെസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ കഴിക്കാൻ വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇനി ഞാൻ ഉച്ചയ്ക്കായിരിക്കും ഫുഡ് കഴിക്കാൻ കിച്ചണിൽ വന്ന്. വേറെ ജോലിയൊന്നും കിച്ചണിലില്ല. പുറത്ത് എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കും. പിന്നെ ഫുഡ് കഴിച്ചാൽ പിന്നെ വരുന്നത് വൈകുന്നേരമായിരിക്കും, മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരാറാവുന്ന സമയത്ത്. നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ടൈം ഒത്തിരി നമുക്ക് കിട്ടും. ജോലിക്ക് പോകുന്നവർക്കും ഈസിയാണ്. അതുപോലെ വീട്ടിലുള്ള നമുക്ക് വീട്ടമ്മമാർക്കും എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ജോലി നമുക്ക് ഇടയ്ക്ക് കാണുമല്ലോ. സ്റ്റിച്ച് ചെയ്യാനോ പച്ചക്കറി അങ്ങനെ കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. പിന്നെ ഞാൻ വൈകുന്നേരം വന്നിട്ട് ഇന്ന് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് പഴുത്ത പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പഴുത്ത പഴത്തിൽ പഴംപൊരി ഉണ്ടാക്കണം, അല്ലെങ്കിൽ പഴം നെയ്യിൽ വാട്ടിയെടുക്കുക. അപ്പോൾ നെയ്യ് കയ്യിലില്ലായിരുന്നു. പിന്നെ പഴംപൊരി എണ്ണയൊക്കെ ആയതുകൊണ്ട് അത്രയ്ക്ക് നല്ല പഴുത്ത പഴമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന്. അപ്പോൾ ചായയുടെ നമ്മൾ സാധാരണ ഇതുപോലെ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിക്കത്തില്ല. അതുകൊണ്ട് ആവിയിലൊന്ന് വേവിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികൾക്ക് ഇതുപോലെ മസ്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. അതാണ് ഞാൻ ഈ മീൽ പ്ലാനിങ്ങിന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കതനുസരിച്ച് ചെയ്യാമല്ലോ എല്ലാ ആഴ്ചയിലും. അപ്പോൾ എല്ലാ ഫുഡും നമുക്ക് കുട്ടികൾക്ക് കഴിക്കാനും അവരെ കൊണ്ട് കഴിപ്പിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്ന അമ്മമാർക്കായാലും ഈ പഴമൊക്കെ പുഴുങ്ങി കൊടുക്കാൻ ഒരു പാടുമില്ല കേട്ടോ. അവർക്ക് വന്നിട്ട് ഇതുപോലെ ആവിയിലൊന്ന് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല പഴുത്തതായതുകൊണ്ടാണ് ആവിയിൽ വേവിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് ആയി കിട്ടി. പിന്നെ ചായക്കുള്ള വെള്ളവും പാലും പൊടിയൊക്കെ ഇട്ട് ചായ ഇടാൻ വേണ്ടി വച്ചു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കുക. അടുത്ത് ഞാനിടുന്ന വെനസ്ഡേയുടെ മീൽ പ്ലാനിങ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പഴമൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ചായയൊക്കെ ഒഴിച്ചെടുക്കുക. അപ്പോൾ മക്കളൊക്കെ വന്ന് അവർ കുളിക്കാൻ പോകുന്ന സമയത്താണ് കേട്ടോ. ഞാൻ പിന്നെ ഇത് പെട്ടെന്നായി കിട്ടുമല്ലോ, വലുതായിട്ടുള്ള റെസിപ്പി അല്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ആവിയിൽ വച്ചത്. അപ്പോൾ ഇനി അതൊന്ന് തണുക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇനി ചായയൊക്കെ ഒഴിച്ചിട്ട് വരുമ്പം അവർ കുളിച്ച് ഫ്രഷായിട്ട് വരും. അപ്പോൾ ഇനി നമ്മൾ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷവും റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.